നസ്രിയയുടെ പറയുമ്പോൾ എംസിക്ക് മൂക്കുകുത്തി ഇവർ പറഞ്ഞു ഞാൻ അറിഞ്ഞു MC മൂക്കുകുത്തിയത് നസ്രിയ മൂക്കുകുത്തിയൊക്കെ ഈ പടത്തിന്റെ സമയത്താണ്. എന്തായിരുന്നു ആ പ്രിയദർശിനിനെ അങ്ങനെ ഒരു മൂക്കുത്തി എന്നുള്ള ഒരു എലമെന്റ് കൊണ്ടുവരാൻ കാരണം? ഇല്ല ആക്ച്വലി മൂക്ക് കുത്തുന്നത് ആക്ച്വലി നസ്രിയ മൂക്ക് കുത്തിയതോ അങ്ങനെ അതിട്ടൊന്നും ബന്ധമില്ല. ആക്ച്വലി എനിക്ക് നസ്രിയ ഈ സിനിമയ്ക്ക് വേണ്ടി മൂക്ക് കുത്തിയതാണ്. ആക്ച്വലി അങ്ങനെ ചെയ്തതാണ്. അപ്പം ഞാൻ ആക്ച്വലി എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒന്ന് ചേഞ്ച് ചെയ്തൂടെ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അതിനെ അത്ര ഇതായിട്ട് കണ്ടില്ല. അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളൊരു മൂഡിലൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ചെയ്തേക്കാം എന്നുള്ളൊരു മൂഡ് വന്നു. അപ്പോഴാണ് മറ്റേ ആഡ് ഇറങ്ങിയത് ഫഹദ്. അപ്പോൾ വീണ്ടും എനിക്ക് മോട്ടിവേഷനായി. അപ്പോൾ അങ്ങനെ അപ്പൊ ഈ നസ്രിയക്ക് ഈ മൂക്കുത്തി കാരണം ഇതില് ആ ഒരു സീന് വരുന്നുണ്ട്, മൂക്കുത്തി റിലേറ്റ് ഒന്നുമില്ല. ആൾക്കാരും നമ്മൾ കാണാത്ത ഒരു ലുക്കിലേക്ക് അങ്ങനെ ചിന്തിച്ചത് എന്തായിരിക്കും ഈ ക്യാരക്ടറിന് വേണ്ടി? ഇല്ല ആക്ച്വലി അത് മറ്റേ ക്യാരക്ടർ ട്രൈറ്റ്സിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി അത് ഈ കിച്ചൺ സിങ്കിന്ന് എടുക്കുന്നത് മൂക്കുത്തിയാണല്ലോ. ആക്ച്വലി അത് എടുക്കണമെങ്കിൽ എന്തായാലും മൂക്കുത്തി. അപ്പൊ അത് പുള്ളിക്കാരുടെ ഒരു ട്രൈറ്റ്സ് ആണ്. പുള്ളിക്കാരി കാണിക്കുന്ന ഡെഡിക്കേഷനും പുള്ളിക്കാരി ട്രിക്കി ആണെന്നും പ്രോബ്ലം സോൾവർ ആണെന്നൊക്കെ കാണിക്കാനുള്ള, പുള്ളിക്കാർക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്നൊക്കെ കാണിക്കാനുള്ള ഒരു സാധനമാണ്. അപ്പൊ മൂക്ക് കുത്തിയല്ലേ പറ്റൂ. അങ്ങനെയാണ് ആ ക്യാരക്ടർ കൊണ്ടുവരുന്നത്. ഇപ്പൊ നസ്രിയും ബേസിലും വരുമ്പോ തന്നെ നമ്മൾ ഇവര് ഇപ്പം ജയഹയൊക്കെ വരുന്നുണ്ടെങ്കിലും ബേസിൽ എന്ന് പറയുമ്പോൾ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഇപ്പോഴും നിൽക്കുന്നത്. നസ്രിയയ്ക്കും അതുണ്ട്, അല്ലെങ്കിൽ ഒരു ബബ്ലി ആയിട്ടുള്ള നസ്രിയയുടെ ഒരു ഓൺ ഇമേജ് തന്നെ പ്രേക്ഷകർക്ക് എപ്പോഴും ക്യാരക്ടേഴ്സിലും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പ്രിയദർശിനി മാനുവലിലേക്കും ഇവരെ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ നസ്രിയയുടെ നമ്മൾ പറഞ്ഞ പോലെ ബേസിലിന്റെ ഡ്രസ്സിങ്ങിൽ ആ മാറ്റം കാണാനുണ്ട്. പുള്ളി കുറച്ച് പഴഞ്ചനാണ്, എന്നാൽ അത്യാവശ്യം ടെക്നിക്കലി ഒക്കെ അപ്ഡേറ്റഡ് ആണ് താനും. അപ്പോൾ പുള്ളിയുടെ ഒരു ചെയിൻ ഉണ്ടാവും, കയ്യിലൊരു ബ്രേസ്ലെറ്റ്, അതുപോലെ ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്ന ഷർട്ട് ഇൻസൈഡിൽ നിന്ന് നടക്കുന്ന ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവരെ അതേപോലെ ബേസിലായിട്ട് ഞാൻ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ നമ്മൾ കണ്ടതല്ലാത്തൊരു ബേസിൽ ജോസഫ് എന്ന ആക്ടർ ഇതിൽ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇവർ ഇന്നായപ്പോൾ ഈ കഥാപാത്രങ്ങളിൽ മാറ്റം വന്നതും അതുപോലെ ഈ ക്യാരക്ടേഴ്സ് ഡിഫൈൻ ആയതും? ആക്ച്വലി നസ്രിയ വന്നപ്പോൾ തന്നെ, ആദ്യം ബേസിൽ വരുന്നതിന് മുമ്പ് നസ്രിയ വന്നല്ലോ. നസ്രിയ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആക്ച്വലി സ്ക്രീൻ പ്ലേയിൽ വീണ്ടും ഒരു വേറെ ഡൈനാമിക്സ് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചും കൂടി നസ്രിയയുടെ മാനറിസത്തിനും കൂടി ഇതിന് നിൽക്കണം, അങ്ങനെ സീനുകൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസിലും കൂടി വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം പോയ പോലെ അല്ല പോകേണ്ടത്. അപ്പോൾ സമീർക്ക് തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇവർ രണ്ടുപേരും വെച്ച് നമ്മളൊരു സിനിമ ചെയ്യുമ്പം ഒരു 3 ട്രീറ്റ്മെൻറ്റ് സിനിമയ്ക്ക് ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ഹാപ്പി അവേഴ്സിൽ വരുമ്പോൾ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നീട് ഹാപ്പി അവേഴ്സ് അന്നത്തെ ഒരു ത്രില്ലർ ട്രെൻഡിന് വേണ്ടിയിട്ട് ആക്ച്വലി ആ ഒരു ഇതിൽ നമ്മൾ വേറൊരു ട്രീറ്റ്മെൻറ്റിൽ പരിപാടി പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതുമല്ല വേണ്ടത്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് ഇതിന് വേണം എന്നുള്ള രീതിയിൽ വീണ്ടും ഞങ്ങൾ വർക്ക് ചെയ്യുക. വളരെ ചെറിയ ഓൾറെഡി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടായത്, നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓണായിരുന്നു. അപ്പോൾ എഡിറ്റർ ഓണായി, സിനിമാറ്റോഗ്രാഫർ ഓണായി, എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും വന്നു. അപ്പോൾ ഡെയിലി അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ സമീർക്ക് എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. ആ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് ഇന്ന് കാണുന്ന സിനിമ. ആക്ച്വലി ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് സിനിമ എത്തിക്കാം എന്നുള്ളത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവർ ആ സ്റ്റേജിൽ അവർ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, ട്രാൻസിഷൻസും അതുപോലെ ശരണിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ചമൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരുപാട് ഇൻപുട്സ്. ഈ ഇൻപുട്ടുകൾ സിനിമയെ ഇന്ന് കാണുന്ന സിനിമയാക്കിയത് അതാണ്. അത് എനിക്ക് പുതിയ അനുഭവമായിരുന്നു. ഞാൻ ഒരു സിനിമയും അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. അതെനിക്കൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന സിനിമയ്ക്കോ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയ്ക്കോ ഒന്നും അങ്ങനെ ഒരു ഡിസ്കഷനോ ആ രീതിയിലുള്ളൊരു വർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അത് എന്ന് വെച്ചാൽ ഒരു ദിവസമോ 2 ദിവസമോ ആയിരുന്നില്ല, അത് ദിവസങ്ങളോളം ഞങ്ങളെ കൊണ്ട്. അത് സമീർക്ക് ശേഷിക്ക് അവർ പറഞ്ഞേ പറ്റുള്ളൂ. അവർക്കത് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവണം, അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് പിരിയണം എന്നുള്ള ഒരു സംഭവം. അങ്ങനെ ഞങ്ങൾ എപ്പോഴും ലൊക്കേഷൻ വിസിറ്റ് ചെയ്യും, കാരണം അത്രയും പ്രാധാന്യ ലൊക്കേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് പോയത്. ഈ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ ബേസിലിന്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ അപ്പൊ ഉണ്ടായതാ. ഈ ഡിസ്കഷനിലാണ് ഈ കോസ്റ്റ്യൂമിന്റെ തീരുമാനങ്ങളും ഇങ്ങനെ ആക്കാം, ഇതിനെ എത്രത്തോളം നമുക്ക് വിഷ്വലി ഡിഫറൻഷിയേറ്റ് ഉണ്ടാക്കാം, ഒരു ഡിഫറെൻറ്റ് ത്രില്ലറാക്കി മാറ്റാം എന്നുള്ളത്
എല്ലാവരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷനാണ്. അത് കളക്റ്റീവായിട്ട് എടുത്തൊരു ഫേസാണ്. മാനുവലിന് എന്നിട്ട് ബേസിലിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? ബേസിൽ ഉറപ്പായിട്ടും ബേസിൽ ഷൂട്ടിംഗ് ടൈമിലാണെങ്കിലും അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് റീഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ മീറ്റർ അതല്ല ആക്ച്വലി നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു, ഈ മീറ്ററിലല്ലായിരുന്നു അത് വേണ്ടത്. അങ്ങനെയൊക്കെ നമ്മളതിനെ വളരെ അനലൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും അത് എന്താ പറയുക ഓക്കെ എന്നുള്ള മൂഡിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനാ ബേസിലും തയ്യാറായിരുന്നു, പ്രൊഡക്ഷനും തയ്യാറായിരുന്നു, എല്ലാവരും അത് ഓക്കെ ആയിരുന്നു ആക്ച്വലി. അതിങ്ങനെ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാമായിരുന്നു. ആണ് അപ്പോൾ ഈവൻ ക്രിസ്റ്റോ ഒക്കെ ആ സ്റ്റേജിലാണ്. ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് ക്രിസ്റ്റോ എന്നാവുന്നത്. അപ്പോൾ ക്രിസ്റ്റോ ആണെങ്കിലും ലൊക്കേഷനിൽ വരും, ഈ സ്ഥലം കാണും, സീൻസ് കാണും. അപ്പോൾ സീൻസൊക്കെ പുള്ളിക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഞങ്ങളൊരു 25-30 ദിവസമൊക്കെ ആയി, 25 ദിവസമൊക്കെ ആയി മൊമെന്റിൽ ക്രിസ്റ്റോ ഒരു മ്യൂസിക് അയച്ചു. അതാണ് ഇന്നത്തെ തീം മ്യൂസിക്. ആക്ച്വലി ആ മ്യൂസിക് നമ്മൾ ഷൂട്ടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സും അതുപോലെ എടുത്തു പറയണം. കാരണം അസ്മ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഉമ്മയാണ്, അതേപോലെ പ്രിയദർശിനിയും ഒരു അമ്മയാണ്. അപ്പം ഒരു സിംഗിൾ മദർ അപ്പുറത്ത് മെറിൻ ചെയ്ത ക്യാരക്ടർ വരുന്നുണ്ട്. നമ്മൾ സാധാരണ സിനിമകളിൽ ഇത്തരം പ്രാരാബ്ധമൊക്കെ ഉള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിക്കുമോ എന്ന് ചിന്തിക്കും. കാരണം സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പം ഈ ഗ്യാങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ക്രൂഷ്യൽ സമയത്ത് പോലും നിങ്ങൾ ചിരിപ്പിക്കുന്നുണ്ട് നമ്മളിങ്ങനെ സീറ്റ് എഡ്ജിൽ ഇരുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ക്രിസ്റ്റോ പറയുന്നു ഒരു സൈലൻസ് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തു, ആ സമയത്ത് നമ്മൾ ചിരിക്കുന്നത്. ഈ ഗ്യാങ്ങിനെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പൂജേനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞില എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിന്റെ അസംഘടിതർ എന്ന് പറഞ്ഞ ഫിലിം അത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഞാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ആക്ച്വലി. ആ ഷോർട്ട് ഫിലിം കണ്ടു വെച്ചാൽ ആ ആന്തോളജിയിലെ ഫിലിം കണ്ടിട്ട് എനിക്ക് പൂജനെ ഭയങ്കര ഉറക്കാം. ഞാൻ പൂജയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതിലാണ്. അന്ന് ഞാൻ ലിബിനോട് പറയണം അസ്മ ഇതല്ലേ അസ്മ എന്ന് വെച്ചപ്പോൾ ലിബിൻ പറഞ്ഞ കറക്റ്റാണ് പുള്ളിക്കാരി. ആ കൊച്ചിനെ എടുത്തും അത് സെയിം ഒരു ക്യാരക്ടർ പോലെ ഭയങ്കര ഫീൽ ചെയ്തു. അപ്പോൾ അപ്പോൾ അത് പൂജ അന്ന് ഞങ്ങളുടെ മനസ്സിൽ അത് ഭയങ്കര ഫിറ്റ് തന്നെയായിരുന്നു. ഈ കുഞ്ഞിലയുടെ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അത്. പിന്നെ അഖില ഓഫ് കോഴ്സ് പ്രേമലുവിൻ്റെ ഒരു ഇതിൽ വന്നതാണ്. അഖിലം ഉഗ്രനായിട്ടും അഖിലയും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഡബിങ് സ്റ്റേജിൽ പോലും അഖില കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പല ഡയലോഗ്സും ഒക്കെ. അതാണല്ലോ ക്യാരക്ടർ അവരിലേക്ക് കയറുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് ഭയങ്കര പ്രാധാന്യമുണ്ടല്ലോ. ഇപ്പൊ ബേസിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബേസിലിന്റെ ചിരികൾ, അപ്പൊ ബേസിൽ ലൈഫിൽ ചിരിക്കുന്ന പോലെ അല്ല ഇതിൽ ചിരിച്ചിരിക്കുന്നത്. ബേസിലിന്റെ റൈറ്റർ വിമൽ മുഖദ്വണിയുടെ ഒക്കെ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ ഇത്രയും കാലം ബേസിലൂടെ നടന്നിട്ടും ബേസിൽ ഇങ്ങനെ ഒരു ചിരിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അത് ക്ലൈമാക്സിലൊക്കെ ആണെങ്കിലും പുള്ളി ചിരിക്കുന്ന രീതി ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്. ബേസിലിന് ആ ക്യാരക്ടറിനെ കിട്ടിയിട്ടുണ്ട്. 100% പുള്ളി അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ക്യാരക്ടറിന്റെ വിജയമാണ് അത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത്രയും കാലം കണ്ട ഒരു ബേസിലിനെ അല്ലാതൊരു ആക്ടർ ബേസിലിനെ കണ്ടു കൃത്യം. എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയാ നമുക്ക് വലിയൊരു ഫാനാക്കിയതും നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ പുള്ളിക്ക് ആക്ച്വലി ചെയ്യാനായിട്ട് എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു തന്നെയാണ് ബേസിൽ അത് പറയുന്നത്. ആക്ച്വലി മാനുവൽ ഓരോ വീട്ടുകാരുടെ അടുത്ത് ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. പുള്ളി റൊമാൻറ്റിക് ആവുന്നുണ്ട്, വാത്സല്യമാവുന്നുണ്ട്, പുള്ളി വൾണറബിൾ ആവുന്നുണ്ട്, പറയുന്ന പുള്ളി യഥാർത്ഥത്തിലുള്ള പുള്ളി ആവുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല ഇതിലും പുള്ളിക്ക് ചെയ്യാനുള്ള സ്പേസ് ഇതിലുണ്ടായിരുന്നു. ഓരോ വീട്ടുകാരുടെ അടുത്തും ഓരോ രീതി പുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഷെയ്ഡുകളായിരുന്നു ക്യാരക്ടറിന്റെ. അതുപോലെ സിദ്ധാർത്ഥേട്ടന്റെയും പിന്നെ കോട്ടയം രമേശ് ചേട്ടന്റെയും പറയുന്നത് അവരും കോൺട്രിബ്യൂഷൻ. സിദ്ധാർത്ഥേട്ടന്റെ ക്യാരക്ടർ നല്ല രസമുള്ള ഫൈനൽ സ്റ്റേജിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലായ ക്യാരക്ടർ ഒരു സീരിയസ് ക്യാരക്ടറായിരുന്നു. പക്ഷെ അവസാനത്തെ ആ ട്രീറ്റ്മെന്റ് സ്റ്റേജിലാണ് നമ്മൾ ഇത് കുറച്ച് വൾണറബിൾ ആവണമെന്നും ഒക്കെ തീരുമാനിക്കപ്പെടുന്ന ആ അവസാന ഡ്രാഫ്റ്റിൽ നമ്മളിതൊരു ഈ ട്രീറ്റ്മെന്റിൽ സിനിമ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് സിദ്ധാർത്ഥേട്ടൻ്റെ ഒരു കാസ്റ്റിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ബ്രഹ്മയോഗം കണ്ടു കഴിഞ്ഞ് വന്നിട്ട് അപ്പം കാസ്റ്റ് അത് ഒരാളുടെ പേര് പറയുന്നത് ആർക്കും വർക്കാവുന്നില്ല കോമൺ ആയിട്ട്. അപ്പം ബ്രഹ്മയോഗം കണ്ടു വന്നു കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ സിദ്ധാർത്ഥേട്ടൻ പോയി. കാരണം സിദ്ധാർത്ഥേട്ടൻ്റെ ചില മാനറിസംസ് ജോണിലേക്ക് ചിന്തിച്ചു തുടങ്ങിയപ്പം കറക്റ്റാണ്, ഏജ് വൈസ് ഓക്കെയാണ്, പല കാര്യങ്ങൾ കൊണ്ടും ഓക്കെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഞാൻ സമീർക്കോട് പറയുമ്പോൾ സമീർക്കൊക്കെ അത് കിട്ടി. സമീർക്ക് അപ്പം തന്നെ സിദ്ധാർത്ഥേട്ടനെ വിളിച്ചു. എല്ലാവർക്കും ഒരേപോലെ തോന്നി അപ്പം സിദ്ധാർത്ഥേട്ടൻ തന്നെയാണെന്നുള്ളത്.
പിന്നെ അതിനെ മാക്സിമം സ്ക്രീൻ പ്ലേ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഓൺ സ്പോട്ട് ഇംപ്രവൈസേഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആ ക്യാരക്ടറിൽ. അതിൽ ബേസിലും സിദ്ധാർത്ഥേട്ടന് ഒരു ക്രൂഷ്യൽ പോയിന്റിലുള്ളതുണ്ട്. അത് അവിടെ വളരെ അത്യാവശ്യം ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുക, പക്ഷെ അങ്ങോട്ട് ഇങ്ങനെ പുളി സഹിച്ച് കടിച്ചു പിടിച്ച് ചീത്ത പറയുമ്പോൾ സിദ്ധാർത്ഥേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് മറ്റേ പുറത്ത് പഠിച്ച് വളർന്ന ഒരാളായിട്ടാണല്ലോ. ആ സീനൊക്കെ ഇതിലിപ്പോ ത്രൂ ഔട്ട് ഈ ഡാർക്ക് ഹ്യൂമർ വർക്ക് ആക്കുക എന്നുള്ളതിൽ ഒരു റിസ്ക് എലമെന്റ് ഉള്ള ഇതാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ. അതിനെങ്ങനെയാ ട്രീറ്റ് ചെയ്തേ? അല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സിനിമയ്ക്ക് എന്തെങ്കിലും പുതിയ രീതിയിലൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാവണമെന്ന് ഹാപ്പി അവേഴ്സിന്റെ സമയക്കയുടെ തീരുമാനമാണത് ആക്ച്വലി. എങ്കിൽ മാത്രമേ ഈ സിനിമ ഇനി ഈ കാലത്ത് നിലനിൽക്കൂ ഈ കഥ എന്നുള്ള അവരുടെ വിഷനാണത്. അതാണ് ആ ലെയറായി ഇങ്ങനെ ഡാർക്ക് ഹ്യൂമർ. അതെ, ആ വിഷനാണ് ഈ സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനെ നമ്മളൊരു ത്രില്ലർ മൂഡിൽ മാത്രം പിടിച്ചിരുന്നെങ്കിൽ ഇത് എൻ്റെ അടുത്ത് ചോദിക്കില്ല ആക്ച്വലി. അതാണ് അതിന്റെ. പിന്നെ അത് ആ ഡൈനാമിക്സ് ഒക്കെയും ഓൺ സ്പോട്ട് ഇംപ്രവൈസേഷൻ ആണ്. പിന്നെ അപ്പം എഴുതുന്നുണ്ട് നമ്മൾ കുറെ, പക്ഷെ ബേസിക് സാധനമുണ്ട്, നമ്മൾ പലപ്പോഴും എഴുതി വെച്ച സാധനങ്ങളുണ്ട്, അതിനെ വീണ്ടും നമ്മൾ. അപ്പൊ അതുപോലെയാണ് കൊച്ചിന്റെ ക്യാരക്ടർ ആക്ച്വലി. നസ്രിയുടെ മോളായിട്ട് അഭിനയിച്ചത്. ഞങ്ങൾ ആദ്യം വേറൊരു കൊച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ ചെറിയ കൊച്ചായിരുന്നു. അപ്പം കൊച്ചിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാതായി, കാരണം രാത്രിയൊക്കെ ഷൂട്ട് ചെയ്യണം, കൊച്ച് ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയി, പ്രാക്ടിക്കൽ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, കാരണം ഒട്ടും പ്രാക്ടിക്കൽ അല്ല, നമുക്ക് വേറെ ആളെ ട്രൈ ചെയ്യാം, റീഷൂട്ട് ചെയ്യാം. അങ്ങനെയാണ് മാളൂട്ടി വരുന്നത്. മാളൂട്ടി വന്ന് ഞങ്ങൾ സീൻസ് എടുത്തു തുടങ്ങിയപ്പോൾ പുള്ളിക്കാരി വെളുപ്പിനും 3 മണിക്കും 4 മണിക്കൊക്കെ ഫുൾ ഓണാണ്. എല്ലാവരും ഉറങ്ങിയാലും പുള്ളിക്കാരി വന്ന് ചോദിക്കും എൻ്റെ സീനില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കോച്ചാണത്. അത് ആ കോച്ച് അത്ര എനർജി കാണിച്ചപ്പോഴത്തേക്കും ഷമീർക്ക് തന്നെ പറഞ്ഞു ഇവളെ യൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത സീനുകൾ അതൊക്കെ ഞങ്ങൾ പിന്നെ ആഡ് ചെയ്തതാണ്. കൊച്ചിനെ വർക്കാവുന്നു കണ്ടപ്പം ആക്ച്വലി അങ്ങനത്തെ സീനുകൾ ഉണ്ടാക്കിയതാണ്. കാരണം നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാരക്ടർ വർക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തില്ലെങ്കിൽ അത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അപ്പോഴാണ് അത്. പക്ഷെ നമ്മൾ സിനിമയിൽ നിന്ന് മാറിപ്പോകാനും പാടില്ല. അപ്പം കൊച്ചിനെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവളുടെ അടുത്ത് ആ റിസൾട്ട് ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ കാരണം. ഇപ്പൊ ഇതില് തന്നെ പ്രിയദർശിനി ഇങ്ങനെ അമ്മയാണതൊക്കെ ഏത് എക്സ്റ്റെന്റ് വരെ പോവും? അപ്പൊ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ വരെ പോവും. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മളെ ലേറ്റ് 20s നിൽക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ, എല്ലാത്തിനും ഒന്ന് നമ്മൾ പിൻവലിഞ്ഞ ഒരു ഏർലി 20s എടുത്തുചാട്ടങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. അതൊരു പാരന്റ് ആണെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാവില്ല. അപ്പം റിയലിസ്റ്റിക് ആയും സിനിമാറ്റിക്കും ആവുന്നതിന്റെ ആ ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ, ഏത് എക്സ്റ്റെന്റ് വരെ ആക്കണം എന്നുള്ളത് എങ്ങനെയായിരുന്നു ആലോചിച്ച്? ഇല്ല, അത് ആദ്യത്തെ ഡ്രാഫ്റ്റ് മുതലേ ഞാൻ പറഞ്ഞില്ലേ, ഞാനും അതിലും എടുത്തൊരു തീരുമാനമാണ് ആക്ച്വലി. അതായത് നമ്മളൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ ചെയ്യാണ്. ഒരു ഫീമെയിൽ ആയതുകൊണ്ട് ഇവിടെ വെച്ച് ഇങ്ങനെ ആവണ്ട, അതായത് അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട. നമ്മളതൊരു പിന്നെ അങ്ങനെ മാസ് കാണിക്കണം, അത് അങ്ങനെ തന്നെ പിടിക്കണം എന്നുള്ളത് നമ്മൾ അന്നേ എടുത്ത ഡിസിഷനാണ് ആക്ച്വലി. ഒരു ഫീമെയിൽ സിനിമ ആയതുകൊണ്ട് നമ്മൾ അതിന് ലിമിറ്റേഷൻ വെക്കണ്ട. അങ്ങനെ റിയലിസ്റ്റിക്, അങ്ങനെ ഒരു പക്കാ റിയലിസ്റ്റിക് മാത്രം ആവേണ്ടതില്ല അല്ലേ? നമ്മൾ അങ്ങനെ ഒരു വേറൊരു തരം പരിപാടി അതിന് നോക്കാം എന്ന് തന്നെ അന്നേ എടുത്ത ഇതാണ്. അതിന്റെ വേറെ അന്ന് എഴുതി വെച്ച ഇതൊന്നും വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ആ ഐഡിയ അത് തന്നെയാണ്. ഈ സീന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതും എത്ര ആലോചിച്ചിട്ടാണ് അത് ഇങ്ങനെ തന്നെ എന്താന്ന് കൃത്യം പറയാൻ പറ്റില്ല. അല്ല, ഇവൻ ആ പെർട്ടിക്കുലർ സീക്വൻസിന്റെ ബേസ് ഐഡിയ രണ്ടാമത്തെ ഡ്രാഫ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആക്ട് ചെയ്യണം എന്നുള്ളത്, ആ ആക്ട് അങ്ങനെ തന്നെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ആക്ടുകളുടെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പം ഏറ്റവും ഫൈനൽ വേർഷനാണ് ഇപ്പൊ നമ്മൾ സിനിമ കാണുന്നത് ആക്ച്വലി. പക്ഷെ ബേസിക് ഐഡിയ ഓഫ് ആ ആക്ടിന്റെ ബേസിക് ഐഡിയ അത് തന്നെയായിരുന്നു. ഷൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലും അതിനെ തുടങ്ങിയിട്ട് ഈ ക്യാരക്ടർ വേണ്ട അങ്ങനെ വിചാരിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലാതെ ഡ്രാഫ്റ്റിൽ തന്നെ എല്ലാം ക്യാരക്ടേഴ്സ് വേണ്ടെന്ന് വെച്ചിട്ടില്ല, എല്ലാം കൃത്യം തന്നെയായിരുന്നു. ഇപ്പൊ എംസിന്റെ വാട്ടർ ആണെങ്കിലും മല്ലൂസ് എടുത്താലും നോൺസെൻസ് എൻഡ് ചെയ്യുന്ന പോലെ APJ ആ ക്വാട്ട് വെച്ചിട്ടല്ലേ. അപ്പൊ ഇതിലൊക്കെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, സോഷ്യലി റെലവെന്റ് ആയ ഒരു വിഷയം കൈകാര്യം ചെയ്ത്. ഇവിടെയും സോഷ്യലി റെലവെന്റ് ആയ ഒരു വിഷയമുണ്ട്, പക്ഷെ ഭയങ്കര സട്ടിലായിട്ടാണ് പോകണത്. നിങ്ങളതിങ്ങനെ എടുത്തു നിർത്തി പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ പല സിനിമകളിലും എടുത്തു നിർത്തി ആ വിഷയം കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആലോചന വന്നിരുന്നു? അല്ല, അത് നമ്മൾ ആദ്യം എടുത്ത കോള് ഞാൻ പറഞ്ഞല്ലേ, ആക്ച്വലി ഒരു യൂഷ്വൽ ത്രില്ലറായി പോരത്. ഈ സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവണം,
ഇത് അതിലൂടെ ഞാൻ പറഞ്ഞൊരു കേസാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളും എനിക്കൊരു സിഗ്നേച്ചർ അതിൽ ഉണ്ടാവണം. അതിച്ചാ എൻ്റെതായ ഒരു എനിക്ക് ഈ സിനിമ പറയുന്നത് എന്തിന് എന്ന് നാളെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സിനിമയായിരിക്കണം. അപ്പം അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇതൊന്നും ചെയ്യണ്ട, എടുത്ത് നിൽക്കൊന്നും വേണ്ട. ഒരു ബിഹൈൻഡ് ഇറ്റ് ഒരു റീസൺ ആയാലും ഓക്കെയാണ്. അപ്പൊ ഞാൻ അതിൽ ജോർദാൻ പെലി എന്ന് പറഞ്ഞ ഡയറക്ടർ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. അതുപോലെയൊക്കെ നമുക്കൊരു എനിക്ക് ത്രില്ലറിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് വന്ന് സോഷ്യൽ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വിഷയം പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഗെറ്റ് ഔട്ടും ഒക്കെ ഞങ്ങളുടെ റെഫറൻസിലുണ്ടായിരുന്ന സിനിമയാണ്. ആക്ച്വലി ഹിച്ച്കോക്ക് റെഫറൻസുകൾ പറയുന്ന പോലെ തന്നെ ഗെറ്റ് ഔട്ടും ഞങ്ങളുടെ ഒരു മെയിൻ റെഫറൻസിലുണ്ടായിരുന്ന സിനിമയായിരുന്നു. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വെഞ്ചൻസ് മാത്രമല്ലാതെ ഇതിലേക്ക് ഈ ഡ്രാമ സെറ്റ് ചെയ്യുന്നതല്ലേ, ഇതപ്പം മുന്നിൽ തന്നെ നിന്നിരുന്നല്ലേ. അപ്പം എൻ്റെ സിനിമയിൽ ഇങ്ങനൊരു റെലവൻ്റ് ആയൊരു വിഷയമായിരിക്കണം. എൻ്റെ സിനിമ എന്നുള്ളതല്ല, ആക്ച്വലി ഈ സിനിമ പറയുന്നത് ഇതിപ്പോൾ പ്രിയദർശിനിയുടെ തീമാണ്. ആക്ച്വലി ഈ സൂക്ഷ്മദർശി എന്നുള്ള തീമാണ്. എങ്കിലും സിനിമ യൂഷ്വൽ ത്രില്ലറായി പോകരുത്. ബിഹൈൻഡ് ഇറ്റ് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടായാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം അത് സ്ത്രീ പെർസ്പെക്റ്റീവിൽ നിൽക്കുകയും വേണം. അതാണ് അങ്ങനെയാണ് അത് ചിന്തിക്കുന്നത്. സ്ത്രീകളിലൂടെയാണ് തുടങ്ങി അവസാനിക്കുന്നത്. ശരിക്കും എല്ലാ പരിപാടികളിലും സ്ത്രീ എന്നുള്ള സാന്നിധ്യം വേണം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് കോൾ ആയിരുന്നു. അതുപോലെ ഇപ്പം പ്രിയദർശിനി പറയുമ്പോൾ സ്വന്തം ഫ്രണ്ട് കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നിടത്ത് ഇവരെല്ലാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇയാൾ പറഞ്ഞിട്ടില്ല അവിടെ ചെന്ന് ചെല്ലുമ്പോൾ നീ ഉണ്ടായിരുന്നോ എന്ന് അറിയുന്നത്. അപ്പൊ എവിടെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഷെയ്ഡൊന്നും അവർക്കും കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്താ പറയൂ, ഞാൻ നോൺസെൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടത് നന്മപരമായിട്ടുള്ള നായകനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ആൾക്കാരെ എനിക്കറിയാം. എനിക്ക് കണ്ണൂർ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. വളരെ നന്മപരമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നന്മമരങ്ങളെ പൊതുവെ സിനിമയിൽ നിന്ന് ആർക്കും ഇഷ്ടമല്ല എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നോൺസെൻസിനെ കുറിച്ച് കിട്ടിയത് അതിലെ ഹീറോ നന്മപരമാണെന്നുള്ളതാണ്. അപ്പൊ ഞാനത് പ്രത്യേകം ഒരു കോൾ എടുത്തു. ഓക്കെ, നന്മപരത്തെ ആൾക്കാർക്ക് താല്പര്യമില്ല, നമുക്ക് തിന്മയിലൂടെ പോകുന്നൊരു നായകനെ കാണിക്കാം എന്ന് വെച്ചാൽ. പിന്നെ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ആ ഷെയ്ഡ് ഉണ്ട്. അതിനകത്ത് സ്റ്റെഫി ട്രെയിലറിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആക്ച്വലി നിന്നെ പോലെ പുതിയ അയൽവക്കൽ ലാൻഡ് ചെയ്യാനുള്ളൂ എന്ന് പറയുമ്പോൾ നിന്നെ പോലെയാണ് സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മാനുവലും പ്രിയദർശിനിയും ഒരുപാട് ട്രേറ്റ്സ് ഉണ്ട്. അവർ തമ്മിൽ സിമിലാരിറ്റി, രണ്ടുപേർക്കും ചെറിയ മാനിപ്പുലേഷൻസ് ഒക്കെ ഉള്ളവരാണ്. അപ്പം പക്ഷെ മാനുവൽ വേറൊരു എക്സ്റ്റെന്റിലാണ് അത് പോകുന്നത്. ഈ പറയുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫേക്ക്, അതായത് അത്യാവശ്യം മാനിപ്പുലേഷൻ ഒക്കെ ഉള്ള ആള് തന്നെയാണ് എന്നുള്ളൊരു. ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ സൂക്ഷ്മദർശിനി വരെ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാ അപ്പോൾ ആ നോൺസെൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു സക്സസ് എന്നുള്ളതിലേക്ക് എത്തിയിരിക്കില്ലേ, അന്നത്തെ പോലെ തന്നെ ഇതിനെ കാമായിട്ടാണോ ഡീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഈ സക്സസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സക്സസ്. ആക്ച്വലി ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സക്സസ് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് സ്വന്തമായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. 83 ആണെങ്കിലും സക്സസ് കണ്ടിട്ടുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് അത് ഫേസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ അതിനെ ഭയങ്കര ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പോസ്റ്റിൽ തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ സിനിമ സംഭവിച്ചു എന്നുള്ളതിൽ തന്നെ ഹാപ്പി ആയിരുന്നു. അത് അത്രേ ഉള്ളൂ. പിന്നെ എപ്പോഴും എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നവർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ വളരെ മോശം സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്നവർ അതാണ്. ഇപ്പം നാളെ എനിക്ക് സൂക്ഷ്മദർശിനി പോലത്തെ ഒരു സിനിമ ഇനിയും ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഇപ്പം സൂക്ഷ്മദർശിനിയുടെ ഫിലിം മേക്കർ ആയതുകൊണ്ട് അടുത്ത സിനിമ നന്നാവണമെന്നില്ല. ഞാൻ നന്നായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അടുത്ത സിനിമ നന്നാവുള്ളൂ. ആ ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. അടുത്തത് ഞാൻ സ്ക്രീൻ പ്ലേയിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ, ഞാൻ എടുക്കാൻ പോകുന്ന കണ്ടന്റിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. MC ഒരു സിനിമ ചെയ്തതുകൊണ്ട് അത് നന്നാവണമെന്നില്ല. നമ്മൾ വർക്ക് ചെയ്യാതെ ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ആ ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. പേരിലേക്ക് ചോദിക്കുമ്പോഴേ ഞാൻ CC നമ്മുടെ നിതിൻ CCയോട് ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾ CC എന്ന് വെക്കുന്ന കൊറോണ ധവാൻ ചെയ്ത്? എനിക്കിങ്ങനെ പേര് അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹമുണ്ട്, പുറത്തൊക്കെ ഉള്ള ഇതൊക്കെ പോലെ MC എന്ന് വെക്കാനും ഇതുപോലെ. അങ്ങനെ അറിയപ്പെടാനുള്ള ആഗ്രഹമൊന്നും ആയിരുന്നില്ല ഞാൻ വെച്ചത്. ഞാൻ ആദ്യത്തെ സിനിമയിൽ അങ്ങനെയാണ് വെച്ചത്. അത് വേറൊന്നുമല്ല, ആക്ച്വലി 6ാം ക്ലാസ് മുതൽ ഞാൻ അതിലൊക്കെ ഒരുമിച്ച് പഠിക്കുന്ന സമയം മുതൽ എല്ലാവരും എന്നെ MC എന്നാണ് വിളിക്കുന്നത്. അന്ന് വിളിച്ചത് എല്ലാവർക്കും ഒരു ഇരട്ടപ്പേരെന്നുള്ള ആംഗിളിൽ വിളിക്കുന്നതാണ്. ഇച്ചിരി ഇൻസൾട്ട് പരിപാടിയിൽ വിളിച്ചതാണ്. എല്ലാവർക്കും ഉണ്ട് അങ്ങനെ പേരുകൾ. CP എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിളിച്ചു തുടങ്ങിയാണ്. സ്കൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആരും വിളിക്കില്ല. പക്ഷെ +2 വേറൊരു സ്കൂളിൽ ഞാൻ പഠിച്ചത്, അവിടെ MC എന്ന് വിളിക്കുന്നു. കോളേജിൽ പോയപ്പോൾ അവിടെ MC എന്ന് വിളിക്കുന്നു. ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. ഞാൻ വർക്ക് സ്പേസിൽ അത് ഉണ്ടാവില്ല. അപ്പോഴും അവിടെ എല്ലാവരും എന്നെ MC എന്ന് വിളിക്കുന്നു. പിന്നെ ഞാൻ ജിതിൻ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആരാന്ന് ഒരു സംശയമായി. കാരണം അങ്ങനെ ഇത് ഏത് ജിതിൻ, ഒരുപാട് ജിതിന്മാരുണ്ട്.
അപ്പം ബെറ്റർ MC എന്ന് നോക്കാം, എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിന് മനസ്സിലാവട്ടെ ഞാനാണ്. ഞങ്ങളിപ്പോ പറഞ്ഞു എല്ലാരും കേൾക്കുന്നത് ഇപ്പൊ ഞാൻ MC ജിതിനാന്ന് പറയും, MC ഇല്ലേ എന്ന് പറയുന്നൊരു അതാണ് എല്ലാരും എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവരും എന്നെ MC എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വെച്ചാണ്, അല്ലാതെ MC എന്ന് അറിയപ്പെടാനല്ല. പിന്നെ MC എനിക്കൊരു പേ ഓഫ് ഉണ്ട്. MC എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനുമാണ്. ഇനിഷ്യലാണ് അത്, മറിയാമ്മ ചാക്കോ എന്നാണ്. അപ്പൊ അങ്ങനെയും കൂടി ഒരു സാധനം നിന്നോട്ടെ ഞാൻ വിളിച്ചത്. ഓക്കെ. അപ്പൊ ക്രിസ്റ്റോനെ ഇന്നലെ സംസാരിച്ചപ്പോൾ അതുകൂടെ ആഡ് ചെയ്യാന്ന് ചോദിച്ചു. ഈ പ്രൊമോ സോങ് അല്ലെങ്കിൽ പ്രൊമോ വീഡിയോ ഇറങ്ങിയപ്പോഴൊക്കെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു ഫിക്ഷൻ എലമെന്റ്സ് ഒക്കെ ഉള്ള രീതിയിലല്ലേ ഇവരുടെയൊക്കെ എന്താ ടെലസ്കോപ്പ് ഒക്കെ വെച്ചിട്ടുള്ളതും ഒക്കെ പ്ലേസ് ചെയ്താൽ സിനിമ ഇതിൽ നിന്ന് ഒരുപാട് ദൂരെ ആവുമ്പോൾ ആ പ്രൊമോനെ സെറ്റ് ചെയ്യുന്നതിൽ ഒരു ആങ്ഷ്യസ് ആയിരുന്നോ? അങ്ങനത്തെ ഒന്ന് വേണോ ഓവർ ദ ടോപ്പ്? ഇല്ല, ആക്ച്വലി പ്രൊമോ ഞാനല്ല ചെയ്തത്, വേറൊരു ഡയറക്ടറാണ്. പുള്ളി മറ്റേ കുതന്ത്രം ഒക്കെ ചെയ്ത ടീമാണ്. അപ്പം പ്രൊഡക്ഷൻ അത് പ്രത്യേകം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റ്, സബ്ജക്റ്റിൽ നിന്ന് വിട്ടു പോകരുത്. അവർക്ക് അവരുടെ സിനിമയുടെ ഒരു ബേസിക് സാധനം കാണിച്ചു കൊടുത്തു ചെയ്യുന്ന ആൾക്കാരെ. അവർക്കത് മനസ്സിലായി, സിനിമ എന്താണെന്ന് മനസ്സിലായി. എന്നിട്ടാണ് അവർ ആ സോങ്ങിനെ സമീപിച്ചത്. അപ്പൊ അത് ആ സോങ്ങിൽ കാണാനുണ്ട്. അപ്പൊ ആക്ച്വലി അത് സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തു. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ, മിസ്റ്ററി ത്രില്ലർ ആയിട്ടുള്ളൊരു സിനിമ എപ്പോഴും ഓഡിയൻസിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ളത് എപ്പോഴും ഒരു വലിയ കോളാണത്. കാരണം നമുക്കതിനകത്ത് സോങ്സിന് ഒന്നും, അത് മാർക്കറ്റിംഗ് ടൂളുകൾ ഭയങ്കര കുറവായിരിക്കും ത്രില്ലേഴ്സിന്, പ്രത്യേകിച്ച് മിസ്റ്ററി ത്രില്ലേഴ്സിന്. അപ്പം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് പ്രൊഡക്ഷൻ്റെ ഐഡിയ ആണ് ആക്ച്വലി. ഒരു ഭയങ്കര 100% സക്സസ് ആണ് അതിൽ. ദുരൂഹ മന്ദഹാസവും ഇപ്പൊ ഈ സിനിമേന്റെ ഒരു ബ്രീഫ് പോലെ, അതായത് ഒരു ഡാർക്ക് ഹ്യൂമറിൽ പോകുന്നു എന്ന് പറഞ്ഞ പോലെ ദുരൂഹ മന്ദഹാസത്തിന്റെ ലിറിക്സ് ഭയങ്കര കടുകട്ടിയ മലയാളം ഇതൊക്കെ മിക്സ് ചെയ്ത മുരി ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ മ്യൂസിക് ക്രിസ്റ്റോ ചെയ്തിരുന്നത് വേറെ ഒരു രീതിയിൽ തന്നെ. അതിലെന്തായിരുന്നു MC-യുടെ ഒരു സ്റ്റാൻഡ്? എങ്ങനെ വേണമെന്നായിരുന്നു ആ പാട്ട്? 2 പാട്ടുകളല്ലേ ഉള്ളത്? ആക്ച്വലി നമ്മൾ ആദ്യം അല്ലെങ്കിൽ പാട്ടൊന്നുമില്ല സിനിമയിൽ. കാരണം ഞാൻ ഈ ഹിച്ച്കോക്കിന്റെ ഭയങ്കര ആരാധനായതുകൊണ്ട് തന്നെ ഹിച്ച്കോക്ക് സിനിമകളിലൊന്നും പാട്ടൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ഒരു വൺ ഡയറക്ഷണൽ തോട്ട് ആണത്. അപ്പം നമ്മൾ വേറൊരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പം ഈ ബോധ്യം എല്ലാം ഉണ്ട്, പ്രാക്ടിക്കൽ സെൻസിബിലിറ്റിയുടെ ആയിട്ട് കാര്യമായിട്ട് വരുന്ന നമ്മൾ ട്രീറ്റ്മെന്റിൽ ചേഞ്ച് നടത്തിയല്ലോ. അപ്പം പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇത് വയബിലിറ്റി ആയിരിക്കണം. സോങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്നു. അപ്പോഴും എങ്ങനെ ഈ മിസ്റ്ററി ഡ്രാമയ്ക്കകത്ത് എങ്ങനെ നമ്മൾ സോങ്ങിനെ പ്ലേസ് ചെയ്യുന്നു പറയുമ്പോൾ സബ്ജക്റ്റീവായിട്ട് തന്നെ പോയാൽ മതി എന്നൊക്കെ പറയുമ്പോഴും പിന്നെ നമ്മൾ അതിലേക്ക് എത്തുകയാണ്, ആക്ച്വലി അതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവൻ ലിറിക്സ് ആണെങ്കിലും കഥാപരമായിട്ടാണ് അത് പോകുന്നത്. ഇവൻ ദുരൂഹ മന്ദഹാസം എന്ന പടത്തിന്റെ കോൺസെപ്റ്റാണ് അത്. ആ ഒരു സാധനം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹൈ കിട്ടി. മോസിൻ അത് പറഞ്ഞ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹൈ കിട്ടി.